നാറികൾ ഇരിക്കുന്നോണ പിന്നെ ഞങ്ങൾ 3 പേരും ഇത് മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ വട്ടപ്പാട്ടിന് ജഡ്ജായിട്ട് ഇരിക്കാൻ വന്ന ഒരാളാണ്. വട്ടപ്പാട്ടില് ഈ ആദ്യത്തെ പാട്ടിന്റെ പേരെന്താ? ഒപ്പന ചായല് ഇതില് എടുക്കേണ്ടത്. അതൊന്നും അല്ല ചോദിച്ചത്. ആദ്യത്തെ പാട്ടിന്റെ പേരെന്താ? വട്ടപ്പാട്ടിൽ പാടി വരുന്നതിന് എന്താ പറയാ? പാടി പറഞ്ഞു വെച്ചാല് എന്റെ ചങ്ങായി വഴിനീളം പോലും അറിയില്ല, എന്നിട്ടാണ് ജഡ്ജ്മെന്റിന് പറയണ്ട്. പാട്ടിന്റെ പറയുന്ന പേരെന്താ? കളിക്ക് പറയുന്ന പേരെന്താ? അതുപോലും അറിയില്ല. ഇവനെപ്പോലത്തെ നാറികൾ ഇരിക്കുന്നോടെ കലോത്സവത്തിന് ഇങ്ങനെ ചീത്തപ്പേര് വരുന്നത്. ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന മേഖലയല്ലേ ഇത് കലയാണ്. കലോത്സവം എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർ തമ്മിൽ ഒരുമിപ്പിക്കാനും സ്നേഹിക്കപ്പെടാനും വേണ്ടി അപ്പുറം ആൾക്കാർ തമ്മിൽ ഒരു ഒരുമ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനം ഈ കലോത്സവം. അതിനിടയ്ക്ക് ഇതുപോലത്തെ നാറികൾ കയറി വന്നിട്ട് ഇങ്ങനെ പല കളികൾ കളിക്കുന്നത് അവർ നല്ലൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല. എന്നെ അടുത്ത പ്രാവശ്യം ഇങ്ങനെ കളിക്കാൻ വരുമ്പോ ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരണം കേട്ടോ. നിങ്ങൾ കുഞ്ഞുങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോ പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ഞാൻ വെറുതെ വിടും നിങ്ങൾ വിചാരിക്കുക ചെയ്യണ്ടേ കേട്ടാ. ഞാൻ വിടൂല, സത്യം ഞാൻ വിടൂല. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 3-4 മാസം കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് കുട്ടികൾ സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പൊ ആ കുട്ടികളെ നോക്കാണ്ട് പഠിപ്പിച്ച ട്രെയിനർ നോക്കി പ്രൈസ് കൊടുക്കുന്ന ഈ ഒരു സംഭവം ഇത് ഒരുപാട് കാര്യമായിട്ട് ഈ നാട്ടിലുണ്ട്. ഇവരെ ധൈര്യം എന്താന്ന് വെച്ചാൽ ഇവർ റിസൾട്ട് പറഞ്ഞ് കഴിഞ്ഞ പാടി ഇവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നില്ല. ആ ഒരു ധൈര്യത്തിൽ ഇവർ കളിക്കുന്നത്. റിസൾട്ട് പറഞ്ഞതിനോട് ഇവരെ പോലീസ് പ്രൊട്ടക്ട് ചെയ്യും, കമ്മിറ്റിക്കാർ ഇവരെന്തെയും കാറിൽ കയറ്റി കൊണ്ടുപോകും. നാട്ടുകാർക്ക് ആർക്കും ഒന്നും പറയാനും കഴിയില്ല, ചോദിക്കാൻ കഴിയില്ല. ആ ഒരു ധൈര്യമാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. എന്റെ ലെവല് തെറ്റിയിട്ടുണ്ടായിരുന്നു. സത്യം പറയാൻ ആട് നടിക്കാൻ നിങ്ങൾ പോലീസ് പ്രൊട്ടക്ഷൻ ഒറ്റൊന്നും ഉണ്ടായോണ്ടാ ഞാൻ ആടെ തന്നെ തരുന്നു. ഇനി മറ്റേ ഒരുത്തനും കൂട്ടിയില്ല. ഓനിക്കുള്ളത് ഞാൻ മൂങ്ങി വെച്ചിട്ടുണ്ട്. ഓനിക്കുള്ളതും കൊടുക്കെടുക്ക്. ഇങ്ങനെ ഒരു അന്തവും കൊന്തും ഇല്ലാത്ത നാറികൾ ഇരിക്കുന്നോണ്ട് ഒരുപാട് കഴിവിലെ പിള്ളേർ 4 മാസം 5 മാസം കഷ്ടപ്പെട്ടിട്ടാണ് പിള്ളേർ ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്നിട്ട് ആ പിള്ളേരെ നോക്കാണ്ട് കണ്ട ട്രെയിനേഴ്സിന്റെ അടുത്ത് പൈസയും വാങ്ങിയിട്ട് അവരെ ജയിപ്പിച്ചു കൊടുന്ന. ഓക്കെ, എന്നാ പിന്നെ ട്രെയിനേഴ്സിന്റെ അടുത്ത് പൈസ വാങ്ങിയിട്ടില്ല എന്നാ പിന്നെ ഇവർക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അന്ന് ഇവർക്ക് ഇതിനെ കുറിച്ച് ഐഡിയ ഇല്ലെങ്കിൽ ഇവർ ഇരിക്കാൻ പറ്റുമോ? ഇവരെ കൊണ്ടുവരുന്ന മൊയിന്തുകളെ ഫസ്റ്റ് പറയും. ഇവർ ആരാന്ന് ഇവർ കൊണ്ടുവരുന്ന ആ മൊയിന്തുകളെ ഫസ്റ്റ് പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറ.